പുതിയൊരു അന്തരീക്ഷത്തോട് ഇണങ്ങിച്ചേരാൻ എന്റെ മനസ്സിന് ഇനിയും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഈ തറവാട്ടിലെ രാത്രികളിൽ ഞാൻ അനുഭവിച്ച വിങ്ങൽ ചെറുതായിരുന്നില്ല. അടുക്കളയിൽ നിന്ന് വരുന്ന പഴയ പുകയെടുപ്പിന്റെ നേരിയ മണം, നിലവറയിലെ തണുപ്പുള്ള ഈർപ്പം, എല്ലാറ്റിനുമുപരി ഭർത്താവ് ആനന്ദിന്റെ നെഞ്ചിൽ തലചായ്ക്കുമ്പോൾ മാത്രം അകന്നുപോകാറുള്ള എന്റെ ഭയം, എല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയതായിരുന്നു. കൈപ്പത്തിൽ കോരിയെടുത്ത തണുത്ത കഞ്ഞി പോലെയാണ് ഈ വീട്. ഞാൻ സ്വയം പലപ്പോഴും ചിന്തിച്ചു പോയിരുന്നു. പുറമെ ശാന്തതയുടെ മുഖം മൂടി, അകത്തോ വിറങ്ങലിച്ചൊരു തടവറ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം തികഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ സന്തോഷം ഇനിയും പൂവിട്ടിരുന്നില്ല. അതിനിടയിലാണ് ആനന്ദിന് ഒരു അത്യാവശ്യ ഓഫീസ് ജോലിയുമായി കൊച്ചിയിലേക്ക് പോകേണ്ടി വന്നത്. 2 ദിവസത്തിനകം ഞാൻ പറന്നെത്തും എന്റെ പെണ്ണെ, എന്റെ നെറ്റിയിൽ ചുംബിച്ചാണ് അവൻ യാത്ര പറഞ്ഞത്. അപ്പോഴെന്റെ നെഞ്ചിടിപ്പ് കൂടുകയായിരുന്നു. ഈ ഭീകരമായ തറവാട്ടിൽ ഞാൻ ഒറ്റയ്ക്കാവുന്നതിലെ ഭയം. അത്താഴത്തിനു ശേഷം വീട്ടിലെല്ലാവരും വേഗം അവരവരുടെ മുറികളിലേക്ക് ഒതുങ്ങും. ഭർത്തൃമാതാവായ ജാനകി അമ്മയ്ക്ക് രോഗം കാരണം അവശതകളേറെയാണ്. അതിനാൽ അമ്മ വേഗം കിടന്നുറങ്ങി. ജ്യേഷ്ഠൻ വിനോദ് പതിവായ രാത്രി വൈകിയാണെത്തുന്നത്. അളിയൻ രാഹുലും ജ്യേഷ്ഠത്തി സാരികയും അവരുടെ മുറിയിലായി. എനിക്ക് മാത്രം ഉറക്കം വന്നില്ല. ജനലിലൂടെ വന്ന നിലാവെളിച്ചം എന്റെ മുറിയുടെ തറയിൽ എന്തൊക്കെയോ മായിക ചിത്രങ്ങൾ വരച്ചു. അന്നൊരർദ്ധരാത്രി. കഠിനമായ ദാഹം കാരണം ഞാൻ വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് പോയി. തറവാടിന്റെ പഴക്കം ചെന്ന തടിപ്പലകകളിൽ എന്റെ പാദങ്ങൾ പതിഞ്ഞപ്പോൾ നേരിയ ശബ്ദമുണ്ടാക്കി. ശബ്ദമുണ്ടാക്കാതെ വെള്ളമെടുത്ത് ഞാൻ തിരികെ നടന്നു. ഇടനാഴിയിലെ കനത്ത ഇരുട്ടിൽ ജ്യേഷ്ഠത്തി സാരികയുടെ മുറിയിൽ നിന്നൊരു അസ്വാഭാവിക ശബ്ദം എന്റെ കാതുകളിൽ പതിഞ്ഞു. അപ്പോൾ എന്റെ നടത്തം നിലച്ചു. അതൊരു സംഭാഷണമായിരുന്നില്ല, മറിച്ച് എന്തോ ഒരു അമർച്ചയായിരുന്നു. മൃഗങ്ങളെപ്പോലൊരു ഞരക്കം. ഭയം ഒരു തണുത്ത പാമ്പിനെപ്പോലെ എന്റെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കി. വിനോദ് ചേട്ടൻ വീട്ടിലില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇരുട്ടിൽ കണ്ണുകൾ ഇറുക്കി. എന്റെ നെഞ്ചിടിപ്പ് എന്റെ കാതിലേക്ക് അടിച്ചു കയറി. ഒരുപക്ഷേ സാരിക ചേച്ചിക്ക് വയ്യാതായതാകാം. ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആ ശബ്ദങ്ങൾക്കൊരു പ്രത്യേക താളമുണ്ടായിരുന്നു. എന്റെ ശരീരം വിറച്ചു. പതിയെ ഞാൻ വാതിലിൽ അമർത്തി. വാതിൽ ചെറുതായി തുറന്നു. ഉള്ളിലെ കാഴ്ചയിൽ എന്റെ ശ്വാസം നിലച്ചുപോയി. ചെറിയൊരു നിലവിളിക്കത്തിന്റെ വെളിച്ചത്തിൽ എന്റെ കണ്ണുകൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. ഭർത്തൃപിതാവ് മാധവൻ, തലമുതിർന്ന ആ തറവാട് കാരണവർ, ഇളയളിയൻ രാഹുലിനൊപ്പം ജ്യേഷ്ഠത്തി സാരികയോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. 3 നിഴലുകൾ ഒരുമിച്ച് പിണഞ്ഞുകിടക്കുന്നു. സാരിക ചേച്ചിയുടെ കണ്ണുകളിൽ ഭയമോ എതിർപ്പോ അതോ മരവിപ്പോ ആണോ എന്ന് എനിക്ക് തിരിച്ചറിയാനായില്ല. എന്റെ വായിൽ നിന്ന് ഒരലർച്ച പുറത്തുവിടാൻ വെമ്പി. എങ്കിലും എന്റെ ഭർത്താവ് ആനന്ദിനോടുള്ള സ്നേഹവും തെളിവുകളില്ലാത്തതിലുള്ള ഭയവും എന്നെ നിശബ്ദയാക്കി. ഞാൻ വാതിലടച്ചു. തിരിഞ്ഞോടി എന്റെ മുറിയിലെത്തി. പുതുപ്പിനുള്ളിൽ ഞാൻ ചുരുണ്ടുകൂടി. ശരീരം മുഴുവൻ തണുത്തു വിറച്ചു. ചുണ്ടുകൾ കടിച്ചുപിടിച്ച് ഞാൻ കരഞ്ഞു. ഇതൊരു ദുസ്വപ്നമാണ്. ആനന്ദ് വരട്ടെ, അവനോട് ഞാൻ എല്ലാം പറയും. ഞാൻ മനസ്സിലുറപ്പിച്ചു. ആ രാത്രി ആ വീട്ടിലെ ചുമരുകൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിശബ്ദതയുടെ മറവിൽ നടന്ന ആദ്യത്തെ നിഷ്ഠൂരമായിരിക്കും അവർ പുറത്തു പറയുക. ആ ദിവസങ്ങളിൽ എന്റെ നെഞ്ചിലൊരു വലിയ ഭാരം കയറിയിരുന്നു. രാഹുലിന്റെയും മാധവന്റെയും കണ്ണുകളിൽ ഞാൻ കണ്ട നിഗൂഢമായ ചിരി എന്നെ അസ്വസ്ഥയാക്കി. സാരിക ചേച്ചി ഒരു യന്ത്രത്തെപ്പോലെ ജോലികൾ ചെയ്യുന്നു. അവരുടെ കണ്ണുകൾ മരണത്തിന്റെ തണുപ്പുള്ളതായിരുന്നു. ആനന്ദ് വരാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ആ കാത്തിരിപ്പ് എന്നെ ഭ്രാന്തടിപ്പിച്ചു. ഒരു ദിവസം വീണ്ടും അതേ ശബ്ദങ്ങൾ എന്നെ ഉണർത്തി. ഇത്തവണ മുറി മാറിയിരുന്നു. ശബ്ദം വരുന്നത് വിനോദ് ചേട്ടന്റെ മുറിയിൽ നിന്നാണ്. ഭയത്തോടെ എന്റെ ഹൃദയം പടപട പിടിച്ചു. ഞാൻ അവിടേക്ക് ചെന്നു. മുറി തുറന്നു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് മറ്റൊരു ഭീകരമായ കാഴ്ചയായിരുന്നു. ജ്യേഷ്ഠൻ വിനോദ് ഇളയ അളിയൻ രാഹുലിന്റെ ഭാര്യ മീരയെ ക്രൂരമായി ഉപദ്രവിക്കുന്നു. മീരയുടെ കണ്ണുകൾ അടഞ്ഞിരുന്നു. വിനോദ് ചേട്ടൻ മുറിയിൽ നിന്ന് പോയപ്പോൾ ഞാൻ ധൈര്യം സംഭരിച്ച് മീരയുടെ അടുത്തേക്ക് ചെന്നു. മീര തകർന്നുപോയൊരു പാവയെപ്പോലെ കിടക്കുകയായിരുന്നു. മീരെ, ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? എന്തുകൊണ്ട് നീ എതിർക്കുന്നില്ല? എന്റെ സ്വരം വിറച്ചു. അവൾ പതിയെ കണ്ണുകൾ തുറന്നു. ആ കണ്ണുകളിൽ അണ പൊട്ടിയൊഴുകാൻ തയ്യാറായിരുന്ന കണ്ണുനീരുണ്ടായിരുന്നു. അവരെന്നെ സമ്മതിക്കില്ല വന്ദന, എന്റെ ഭർത്താവ് പോലും. മീരയുടെ സ്വരം നേർത്തതായിരുന്നു. എങ്കിലും ഓരോ വാക്കും എന്റെ നെഞ്ചിൽ തറച്ചു. ഞാൻ മീരയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. എന്റെ കണ്ണുകളും നിറഞ്ഞു. മെല്ലെ മെല്ലെ ആ തകർന്ന ആത്മാവ് അതിന്റെ ഭാരം എന്റെ മുന്നിൽ ഇറക്കിവെച്ചു. രാഹുൽ, എന്റെ ഭർത്താവ്, എല്ലാ രാത്രിയിലും ഞാൻ ഉറങ്ങാതിരിക്കാൻ എന്റെ പാലിൽ ഉറക്കഗുളിക കലർത്തി തരുമായിരുന്നു. എന്റെ ശരീരം മരവിക്കുമ്പോൾ രാഹുലിന്റെ നിർബന്ധപ്രകാരം ഭർത്തൃപിതാവും ജ്യേഷ്ഠനും എന്നെ ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു. ഇതെല്ലാം രാഹുലിന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ്. മറ്റുള്ളവർക്ക് കൈമാറുന്ന ഒരു ഭർത്താവ്,
ഭർതൃപിതാവും മക്കളും ചേർന്ന് നടത്തുന്ന ഈ ക്രൂരമായ കളി. അവരുടെ സ്നേഹബന്ധങ്ങളെല്ലാം ഒരു മാസ്ക് മാത്രമായിരുന്നു. സാരിക ചേച്ചി, ചേച്ചിക്ക് അറിയാമായിരുന്നോ? എന്റെ ചോദ്യം കേട്ട് മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ചേച്ചി എന്നേക്കാൾ മുൻപ് ഇവിടെ എത്തിയവളാണ്. ചേച്ചിക്ക് എതിർക്കാൻ ശ്രമിച്ചു. എന്നിട്ടെന്തായി? ഇവിടെ പെണ്ണുങ്ങൾക്ക് ശബ്ദമില്ല. ഭർത്താക്കന്മാരുടെ കാലിനടിയിൽ മാത്രമാണ് ഞങ്ങളുടെ സ്ഥാനം. ഈ തറവാടിന്റെ നിയമം അതാണ്. എന്റെ ഭയം രൂക്ഷമായി മാറുകയായിരുന്നു. ഇനി ഒളിച്ചിരിക്കാനാവില്ല. ആനന്ദ് വരണം. അവനോട് എന്റെ ജീവൻ പോയാലും ഞാനിതെല്ലാം പറയും. ഞാൻ മീരയ്ക്ക് ധൈര്യം കൊടുത്തു. ആ രഹസ്യം എന്റെ മനസ്സിൽ ഒളിപ്പിച്ചു. ആനന്ദ് തിരിച്ചെത്തിയപ്പോൾ എന്റെ ആശ്വാസം വാക്കുകൾക്കതീതമായിരുന്നു. ഞാൻ അവനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. അവന്റെ കൈകളിൽ എനിക്ക് സുരക്ഷിതത്വം അനുഭവപ്പെട്ടു. ആ രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് എന്റെ ഹൃദയത്തിൽ കനം വെച്ച ഭാരം ഇറക്കിവെക്കാൻ ഞാൻ തീരുമാനിച്ചു. ശ്വാസം അടക്കിപ്പിടിച്ച് വിറയ്ക്കുന്ന സ്വരത്തിൽ മുറിയിൽ ഞാൻ കണ്ട കാഴ്ചകളും മീരയുടെ വെളിപ്പെടുത്തലുകളും ഒരക്ഷരം പോലും വിടാതെ ഞാൻ അവനോട് പറഞ്ഞു. കണ്ണീര് എന്റെ കവിളിലൂടെ ധാരയായി ഒഴുകിയിറങ്ങി. ആനന്ദ് നിശബ്ദനായിരുന്നു. ആ കണ്ണുകളിൽ വിഷാദമോ കോപമോ ഞെട്ടലോ ഒന്നും ഞാൻ കണ്ടില്ല. പെട്ടെന്നൊരു നിമിഷം അവൻ ചിരിച്ചു. ആ ചിരിയിൽ എന്റെ ഉള്ളു തകർന്നുപോയി. എന്റെ ആനന്ദ്, നീ എന്നെ വിശ്വസിക്കുന്നില്ലേ? ഞാനാണ് പറയുന്നത്, സത്യമാണിത്. പെട്ടെന്ന് അവന്റെ മുഖഭാവം മാറി. അവന്റെ കണ്ണുകൾ ചുവന്നു. ശബ്ദം കടുത്തു. നീ കേട്ടത് കളവല്ല വന്ദന, അതെല്ലാം സത്യമാണ്. ഞാനിതൊന്നും നിഷേധിക്കുന്നില്ല. എനിക്ക് വിശ്വസിക്കാനായില്ല. അവന്റെ തമാശയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്തിനാ നീ എന്നോട് പറയാതെ കൊച്ചിയിലേക്ക് പോയത്? നിനക്കും ഈ കളിയിൽ? എന്റെ വാക്കുകൾ പൂർത്തിയാവും മുൻപ് ഒരു ഇടിമിന്നൽ പോലെ അവന്റെ കൈ എന്റെ കവിളിൽ പതിച്ചു. ഞാൻ നിലത്തു വീണു. വേദനയേക്കാൾ എന്നെ തളർത്തിയത് അവന്റെ വാക്കുകളായിരുന്നു. അതെ, ഞാനും അതിന്റെ ഭാഗമാണ്. ഈ തറവാട്ടിലെ നിയമങ്ങൾ പതിക്കാൻ നിനക്ക് ഇനിയും സമയമെടുക്കും. ഇവിടെ ഭാര്യമാർക്ക് സ്ഥാനം കാലിനടിയിൽ മാത്രമാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. അനുസരിക്കുക. എന്റെ നിയമങ്ങൾ അനുസരിക്കുക. അല്ലെങ്കിൽ നീ വെറുമൊരു ഭ്രാന്തിയായി പുറത്താക്കപ്പെടും. എന്റെ ഭർത്താവ്? അവന്റെ വാക്കുകൾ ഓരോന്നായി എന്റെ ഹൃദയത്തിലേക്ക് തുളച്ചുകയറി. അവന്റെ മുഖം എനിക്ക് അപരിചിതമായി തോന്നി. വിനോദ്, രാഹുൽ, മാധവൻ എല്ലാവരും ഈ വൃത്തികെട്ട കളിയുടെ ഭാഗമാണ്. എന്റെ കണ്ണുനീർ വറ്റിവരണ്ടു. ആനന്ദിന്റെ മുന്നിൽ ഞാൻ മുട്ടുകുത്തിയില്ല. ആ രാത്രി എന്റെ വിശ്വാസം ചോരയൊലിച്ച് നിലത്തുവീണു. ഞാൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എന്റെയും മീരയുടെയും സാരിക ചേച്ചിയുടെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞാൻ നിലകൊണ്ടു. ഞാൻ മീരയുമായി സംസാരിച്ചു. സാരിക ചേച്ചിയെ എന്റെ പക്ഷത്തേക്ക് കൂട്ടി. അവരാദ്യം ഭയന്നു. പിന്നീട് എന്റെ ധൈര്യത്തിൽ അവർക്കും പ്രതീക്ഷയായി. അടുത്ത ദിവസം രാവിലെ തറവാടിന്റെ ഹാളിൽ ഞങ്ങൾ 3 സ്ത്രീകളും ഒരുമിച്ച് നിന്നു. ഞങ്ങളിത് സഹിക്കില്ല. ഈ വൃത്തികെട്ട കളിയുടെ ഭാഗമാകാൻ ഞങ്ങൾ തയ്യാറല്ല. ഞാൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. എന്റെ ശബ്ദം ആ തറവാട്ടിൽ ആദ്യമായി മുഴങ്ങി. വിനോദ്, രാഹുൽ, മാധവൻ, ആനന്ദ് 4 പുരുഷന്മാരും ഞങ്ങളെ പരിഹസിച്ചു ചിരിച്ചു. അനുസരണയില്ലാത്ത പെണ്ണുങ്ങളെ എന്തു ചെയ്യണമെന്ന് ഈ വീട്ടിന് നന്നായിട്ടറിയാം, മാധവൻ ക്രൂരമായി പറഞ്ഞു. ആനന്ദ് എന്റെ കൈയിൽ പിടിച്ചു വലിച്ചു. ഈ വീട്ടിലെ നിയമങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് ശിക്ഷ ആവശ്യമാണ്. അന്ന് രാത്രി, അതിശൈത്യമുള്ള ഒക്ടോബർ മാസത്തിലെ രാവിൽ, ആ 4 പുരുഷന്മാരും ചേർന്ന് എന്നെയും സാരിക ചേച്ചിയെയും മീരയും തറവാടിന്റെ മട്ടുപ്പാവിൽ പൂട്ടിയിട്ടു. മട്ടുപ്പാവിൽ കാവൽക്കാരെയും നിർത്തി. ഈ തണുപ്പിൽ നിങ്ങൾ അനുസരണ പഠിക്കട്ടെ. ആനന്ദ് വാതിൽ പൂട്ടി. മട്ടുപ്പാവിൽ ഞങ്ങൾ ഒരുമിച്ചു നിന്നു. കാറ്റ് ഞങ്ങളുടെ ശരീരത്തിലൂടെ തുളച്ചു കയറി. പരസ്പരം താങ്ങും തണലുമായി ഞങ്ങൾ നിന്നു. തണുപ്പ് ഞങ്ങളുടെ ആരോഗ്യനില വഷളാക്കി. സാരിക ചേച്ചിയുടെ ചുമ ശക്തമായി. മീര പനിച്ചു വിറച്ചു. എന്റെ ചുണ്ടുകൾ വിണ്ടുകീറി. ഞാൻ തളർന്നുപോയിരുന്നു. ഇനി എന്തു ചെയ്യും വന്ദന? മീര കരഞ്ഞു. നമ്മൾ തോൽക്കില്ല മീരെ. ഞാൻ അവരെ ചേർത്തുപിടിച്ചു. നമ്മുടെ നിശബ്ദതയാണ് അവരുടെ ബലം. ഇനി ഒരിക്കലും നാം നിശബ്ദരാകില്ല. രാത്രിയുടെ നീടലിൽ അകത്തെ മുറിയിൽ രോഗശൈലിയിൽ കിടക്കുകയായിരുന്ന ജാനകിയമ്മ മട്ടുപ്പാവിൽ നിന്ന് വരുന്ന ചുമയുടെയും നേരിയ കരച്ചിലിന്റെയും ശബ്ദം കേട്ട് വിങ്ങുന്നുണ്ടായിരുന്നു. അവർക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവരുടെ കണ്ണുകൾ തീവ്രമായ വേദനയോടെ ചലിച്ചു. ഒരു നിശബ്ദ സാക്ഷിയായി അവരെന്റെ ദുരിതങ്ങളെല്ലാം കണ്ടു. ശിക്ഷയുടെ അടുത്ത ദിവസവും ഞങ്ങളുടെ ആരോഗ്യനില മോശമായിരുന്നു. എന്നാൽ പുരുഷന്മാരുടെ മനസ്സിൽ ദയയുടെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. ഇവർക്ക് ധിക്കാരമാണ്. അത് മാറ്റാൻ ഒരു വഴി കൂടിയുണ്ട്, വിനോദ് പറഞ്ഞു. ആനന്ദിന്റെ കണ്ണുകൾ എന്നിലേക്ക് നീണ്ടു. അവൾക്കിതാവശ്യമാണ്. അവൾ നമ്മുടെ നിയമങ്ങൾ പഠിക്കണം. 4 പേരും ചേർന്ന് എന്നെ കൂട്ടായി ആക്രമിക്കാൻ തീരുമാനിച്ചു. മുറിയിലെത്തിയ അവർ ബലഹീനയായി ചുമച്ചിക്കിടന്നിരുന്ന എന്നെ കയ്യേറ്റം ചെയ്യാൻ തുടങ്ങി. ഞാൻ ഭയന്നുപോയെങ്കിലും എന്റെ അവസാനത്തെ ശക്തിയുമെടുത്ത് എതിർക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തോടെ വാതിൽ തകർന്നു വീണു. തണുപ്പുള്ള രാത്രിയെ കീറിമുറിച്ച് പോലീസ് യൂണിഫോമിലുള്ളവർ മുറിക്കുള്ളിലേക്ക് കടന്നുവന്നു. നിങ്ങൾ അറസ്റ്റിലാണ്.
പോലീസിന്റെ വരവിൽ 4 പുരുഷന്മാരും സ്തംഭിച്ചുപോയി. ആനന്ദ് കോപാകുലനായി. ആരാണ് പോലീസ്? ആരാണ് വിളിച്ചത്? അപ്പോൾ മുറിയുടെ വാതിൽക്കൽ വീൽചെയറിലിരിക്കുന്ന ജാനകി അമ്മയെ ഞങ്ങൾ കണ്ടു. അവരുടെ മുഖത്ത് നേരിയ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. ആ കണ്ണുകൾക്ക് പതിവില്ലാത്ത തിളക്കവും. നിങ്ങളുടെ അമ്മയാണ് വിളിച്ചത് എന്നൊരു പോലീസ് ഓഫീസർ പറഞ്ഞു. ജാനകി അമ്മയ്ക്ക് രോഗം കാരണം സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മകനായ ആനന്ദ് അവന്റെ ഫോൺ അബദ്ധത്തിൽ അമ്മയുടെ അടുത്ത് വെച്ചുപോയിരുന്നു. ആ തക്കം നോക്കി തന്റെ മരുമക്കളുടെ ജീവൻ രക്ഷിക്കാൻ അവർ പതിയെ വിറയ്ക്കുന്ന കൈകളോടെ പോലീസിനെ വിളിക്കുകയായിരുന്നു. വർഷങ്ങളായി രോഗം കാരണം നിശബ്ദയായി കഴിഞ്ഞിരുന്ന ആ അമ്മയുടെ ഒരേയൊരു പ്രതികരണം, ഞങ്ങളുടെ രക്ഷക. പോലീസ് 4 പേരെയും അറസ്റ്റ് ചെയ്തു. പുരുഷാധിപത്യത്തിന്റെയും ദുഷ്ചേതികളുടെയും ആ തറവാട് ഇരുട്ടിലായി. പിന്നീട് ഞാനും സാരിക ചേച്ചിയും മീരയും ധൈര്യത്തോടെ വിവാഹബന്ധം വേർപെടുത്തി. സാരിക ചേച്ചിക്കും ഇനി ആ തറവാട്ടിലേക്ക് പോകാൻ മനസ്സുണ്ടായിരുന്നില്ല. ജാനകി അമ്മയാകട്ടെ മരുമകൾക്ക് താങ്ങും തണലുമായി മാറാൻ തീരുമാനിച്ചു. സാരിക ചേച്ചിയും ജാനകി അമ്മയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. വർഷങ്ങൾക്കിപ്പുറം ഞാൻ എൻ്റെ പുതിയ ജീവിതത്തിലേക്ക് കടന്നു. എൻ്റെ ദുരനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഞാൻ എൻ്റെ വായനക്കാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. വിവാഹം പോലുള്ള ജീവിതത്തിലെ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ അന്വേഷിക്കണം. പ്രണയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മണികൾ കേൾക്കുന്നതിനോടൊപ്പം ആ വീടിൻ്റെ ചുവരുകൾക്കുള്ളിലെ നിശബ്ദമായ ശബ്ദങ്ങൾ എന്താണെന്നും നിങ്ങൾ കേൾക്കണം. കാരണം ഓരോ വീടിനും അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കണം.